ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുണ്ടോ, ഇത് ഞാനൊരു മുള്ളാത്ത നട്ടതാട്ടോ. കുറേ നാളായിട്ട് നട്ടതാണ്, ഒരു 5-6 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഇതുവരെ ഇത് കായ്ച്ചിട്ടില്ല. അപ്പോൾ ഇത് ഇന്നാളൊരു ദിവസം കാറ്റത്ത് ഇങ്ങനെ ചെരിഞ്ഞ് കിടന്നായിരുന്നു കേട്ടോ. അന്ന് അത് നേരെയാക്കി വെച്ചപ്പോൾ അത് അങ്ങനെ തന്നെ കുഴപ്പമില്ലാതെ നന്നായിട്ട് വളർന്ന് പന്തലിച്ചൊക്കെ വന്നു. ഇപ്പോഴത്തെ കാറ്റും മഴയും വന്നപ്പോൾ അതാ ആകെ തലകുത്തി വീണേക്കാണ്. അപ്പോഴാണ് ഇത് ആദ്യമായിട്ട് കായ്ക്കാമെന്ന് വിചാരിച്ചത്. അത് കായ്ച്ചിട്ടുമുണ്ട്. ഇനി ഇതിൻ്റെ തലഭാഗത്തിന് ഭയങ്കര വെയിറ്റും ഉടലിനാണെങ്കിൽ ഒട്ടും വണ്ണവും ഇല്ലാത്ത ടൈപ്പായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിവർത്തിയിട്ടാണെങ്കിൽ നിവരാനും പാടാട്ടോ. അപ്പോൾ ഇനി ഇത് ഞാനും മോനും കൂടി കഷ്ടപ്പെട്ട് വലിച്ച് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടായ കായ് മൂത്ത് കിട്ടുമോ ഒന്നും അറിയില്ല കേട്ടോ, ഉണങ്ങി പോകുമെന്നും ഒന്നും അറിയില്ല. അപ്പോൾ ആദ്യമായിട്ട് അത് കായ്ച്ച് കിട്ടിയപ്പോൾ അതിൻ്റെ അവസ്ഥ ആ പരുവത്തിനായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പോവില്ല എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ അത് വലിച്ച് കെട്ടാനും നല്ല പാടുണ്ടായി. അങ്ങനെ ഞങ്ങളതൊക്കെ വലിച്ച് കെട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അതൊക്കെയായിരുന്നു ജോലി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. കാരണം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മഴയില്ല. ഈ മഴയില്ലാത്ത സമയത്താണല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് ദോശ കേട്ടോ. ഈ ദോശയാണെങ്കിൽ നമ്മൾ സാധാരണ ഉഴുന്നരച്ചിട്ടുള്ള ദോശയല്ല, നമ്മൾ ചോറ് ബാക്കി വരൂലേ, അപ്പോൾ ആ ചോറും വറുത്ത അരിപ്പൊടിയും കൂടി മിക്സിയിൽ അടിച്ചിട്ട് ഉണ്ടാക്കിയ ദോശ കേട്ടോ. അപ്പോൾ ഈ ദോശ ഞാൻ ആദ്യമായിട്ടൊന്ന് ചെയ്തു നോക്കിയതാണ്, ഒരു വീഡിയോ കണ്ട് ചെയ്തു നോക്കിയതാണ്. ശരിയാവുമോ എന്നൊന്നും ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാനത് വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. അപ്പോൾ ചുട്ടപ്പോൾ അത് ശരിയാവണ്ട കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കാണിച്ചതാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ അരയ്ക്കും പോലെ തന്നെ ഈ ചോറ് 1.5 ഗ്ലാസ് ചോറ് എടുക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് വറുത്ത അരിപ്പൊടി, അതിപ്പോൾ അത്ര അളവിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടിച്ചു വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ആ ചോറിൻ്റെ അളവ് 1.5 ഗ്ലാസ്സിന് ചോറ് എടുക്കുക, 1 ഗ്ലാസ് അരിപ്പൊടി എടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ സാധാരണ ദോശ പോലെ പെട്ടെന്ന് പുളിച്ച് കിട്ടില്ല കേട്ടോ. അത് അങ്ങനെ കുറേ സമയം എടുക്കും പുളിച്ച് വരാനായിട്ട്. അതായത് ഇപ്പോൾ തണുപ്പും കൂടിയല്ലേ, അപ്പോൾ പെട്ടെന്നാവില്ല. അപ്പോൾ ഞാനിത് ശരിക്കും പറഞ്ഞാൽ 2 ദിവസമായി കലക്കി വെച്ചേക്കണം. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനത് അതിൻ്റെ തലേ ദിവസം രാത്രി റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അത് അനങ്ങി കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ഫ്ലോപ്പായി പോയി, ഇനി അതിലേക്ക് വല്ല ശർക്കരയൊക്കെ ഇട്ടിട്ട് വേറെ എന്തെങ്കിലും വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ആക്കിയെടുക്കാമെന്നൊക്കെ വിചാരിച്ച് വെച്ചേക്കായിരുന്നു. പക്ഷെ അത് ഇന്ന് നോക്കുമ്പോൾ ഉണ്ട് നന്നായിട്ട് ബബിൾസൊക്കെ വന്ന് മാവ് പുളിച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പിന്നെ അത് ദോശയാക്കിയതാട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് മുറ്റടിക്കാൻ ഇറങ്ങിയ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ മുറ്റത്താണെങ്കിൽ ഇപ്പോൾ ഈ എപ്പോഴാണ് മഴ വന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ തോർച്ച കാണുമ്പോൾ അടിച്ചിടാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ മുറ്റമൊക്കെ അടിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവിടെ റോസാപ്പൂക്കളൊക്കെ നിൽക്കണുണ്ട്. അപ്പോൾ നല്ല ഭംഗി. അപ്പോൾ അതുങ്ങളെയും ഒക്കെ ഒന്ന് വീഡിയോ എടുത്തു. പിന്നെ കുറച്ച് മുന്തിരി വാങ്ങി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതാണെങ്കിൽ കഴുകാനായിട്ട് നല്ല മധുരം ഉണ്ടെന്ന് പറഞ്ഞ് തന്നതാട്ടോ. അപ്പോൾ കണ്ടപ്പോൾ വാങ്ങി. അപ്പോൾ അത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വിനാഗിരി ഉപ്പൊക്കെ ഉള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ അതിനെ ഒന്നുകൂടി കഴുകിയെടുത്താൽ നമുക്ക് ഊണൊക്കെ കഴിയുമ്പോൾ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഉച്ചക്കത്തേക്ക് കറി വയ്ക്കാനായിട്ട് കിട്ടിയേക്കണത് ബീഫാട്ടോ. കിട്ടിയേക്കണതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് പെരുന്നാൾ കഴിയുമ്പോൾ പള്ളിയിൽ നിന്ന് ബീഫ് കിട്ടും. അപ്പോൾ അതുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല അതൊക്കെ ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ചുവന്നുള്ളി കൂടുതലിട്ടു. ഈ പോത്തിറച്ചിക്കൊക്കെ ചുവന്നുള്ളി കൂടുതൽ ഇടണതാണ് ടേസ്റ്റ്. പിന്നെ കുറച്ച് സവാളയും തക്കാളിയും ഇഞ്ചിയും പച്ചമുളക് വേപ്പില അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടി ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോഴാണ് അതിലേക്കെല്ലാം പിടിക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വേണമെങ്കിൽ വച്ചേക്കാം, ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ കുക്കറിലേക്ക് ഇട്ടേക്കാം. എന്നിട്ട് ഒരു 6 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേനും ഇറച്ചി വേവായി വരും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി കുക്കറിലിട്ടപ്പോഴത്തേനും നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള മുന്തിരി ഉണ്ടല്ലോ, അപ്പോൾ അതിനി ഒന്നുകൂടി അലമ്പി കഴുകി എടുത്ത് നമുക്ക് വെള്ളം പോകാനായിട്ട് വെച്ചാൽ ഊണ് കഴിയുമ്പോൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതിൻ്റെ പണിക്ക് പോയി. പിന്നെ കുറച്ച് ബീഫ് ഫ്രൈ ചെയ്യാനും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഫ്രൈ ചെയ്തതാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഇന്ന് നെയ്ച്ചോറ് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ ബീഫ് കറിയും കൂടി വെച്ചത്. അപ്പോൾ നെയ്ച്ചോറിന് ബീഫ് കറി വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞൊക്കെ പോയി. പിന്നെ നല്ല മഴയാണല്ലോ, കുറേ സമയം റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും കോഫി ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ നല്ല മഴയാട്ടോ ഈ സമയത്തൊക്കെ. അപ്പോൾ കുറച്ച് ദിവസം മുമ്പൊക്കെ ആണെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ മഴ തോർന്നിട്ടാറുണ്ടായി. അപ്പോഴായിരുന്നു എൻ്റെ മിറ്റാടി. ഇപ്പോൾ വൈകുന്നേരവും മഴയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തോന്നും പോലെയൊക്കെയാണ്. അപ്പോൾ എപ്പോഴേക്കാണോ വെയിലും തോർച്ചയൊക്കെ കാണുന്നത് അപ്പോഴേക്കാണ് ഇപ്പോഴത്തെ മിറ്റാടി. ഇപ്പോൾ വീടിനകത്തുള്ള കാര്യങ്ങളാണ് കൂടുതലും. പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ ഈ മഴയും വെള്ളവും തുള്ളിയൊക്കെ മേത്ത് ചാടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അകത്ത് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ അങ്ങനെയായിരിക്കും, വീടിനകത്തിരുന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും.
അപ്പോൾ പിന്നെ ചായയുടെ കൂടെ ബിസ്ക്കറ്റ് ഉണ്ടായിട്ടോ, അത് ഓഫറിന് ബൈ 2 get 1 ഫ്രീയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതും എടുത്തിട്ട് ചായയൊക്കെ കൂട്ടി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.